करूँगा तो आपका भी ट्रिप खराब हो जाएगा, मेरा भी दिन खराब हो जाएगा। 100-200 के लिए वो नहीं कर सकते। ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ബിർള മന്ദിറിൽ പോയതിനു ശേഷം പിന്നീട് നമ്മൾ വന്നിട്ടുള്ളത് ആൽബർട്ട് ഹാൾ മ്യൂസിയത്തിലാണ്. രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് നമുക്ക് മ്യൂസിയത്തിനുള്ളിൽ കയറാനുള്ള സമയം. ആ ഒരു ടൈമിൽ കയറുകയാണെങ്കിൽ 50 രൂപയായിരിക്കും ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത്. അതല്ല, വൈകിട്ട് 7 മണി മുതൽ 10 മണിക്കുള്ളിലാണ് നമ്മൾ കയറുന്നതെങ്കിൽ ആ ഒരു ടൈമിൽ 100 രൂപയായിരിക്കും ടിക്കറ്റിൻ്റെ ചാർജ്. ആ ഒരു സമയത്ത് ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം കാണാൻ നമുക്ക് സാധിക്കും. നല്ല ഭംഗിയായിരിക്കും ആ ഒരു ടൈമിൽ. ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളൂ ഈ മ്യൂസിയത്തിലോട്ട് വരാനുള്ള ദൂരം. അവിടുന്ന് ഒരു ഓട്ടോയോ ക്യാബോ വിളിച്ച് വരുന്നതായിരിക്കും സൗകര്യം. ഇന്ത്യയിലുള്ള ബാക്കി മ്യൂസിയത്തിനേക്കാൾ കുറേയധികം പ്രത്യേകതകൾ ഈ മ്യൂസിയത്തിനുണ്ട്. അതേപോലെ ഈ മ്യൂസിയത്തിൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി എല്ലാം അലൗഡാണ്. പിന്നെ നേരത്തെ പറഞ്ഞ കുറേ പ്രത്യേകതകളിൽ ഒരു മെയിൻ സംഭവം ഇനി കാണാൻ വരുന്നതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് വഴിയെ കാണാം. 1876 വെയിൽസിലെ രാജാവും ബ്രിട്ടനിലെ രാജാവുമായ ആൽബർട്ട് എഡ്വിൻ ആറാമനാണ് ഈ മ്യൂസിയത്തിന് തറക്കല്ലിട്ടത്. അദ്ദേഹത്തിനോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ മ്യൂസിയത്തിന് ആൽബർട്ട് ഹാൾ മ്യൂസിയം എന്ന് പേരിടാനുള്ള മെയിൻ കാരണം. അതുമാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു മ്യൂസിയമാണ് ഈ ആൽബർട്ട് ഹാൾ മ്യൂസിയം, അഥവാ ഗവൺമെൻറ് സെൻറ്റർ മ്യൂസിയം എന്നും ഈ മ്യൂസിയത്തെ അറിയപ്പെടുന്നു. ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കുറേയധികം പെയിൻറ്റിങ്സ് കാണാം. അതും കുറേ പഴക്കം ചെന്ന പെയിൻറ്റിങ്സ് ആണിത്. നമുക്ക് കാണുമ്പോൾ ഇത് വലിയ പുതുമയായിട്ട് തോന്നുമായിരിക്കും, പക്ഷെ കുറേ വർഷത്തെ പഴക്കമുള്ള പെയിൻറ്റിങ്സ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഈ മ്യൂസിയം നിർമ്മിക്കുന്ന സമയത്ത് വലിയ ലക്ഷ്യമൊന്നും ഇല്ലായിരുന്നു ഇതെന്താക്കണം എന്നുള്ളത്. ഒന്നുകിൽ ടൗൺ ഹാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാക്കണമെന്നായിരുന്നു അവർ അന്ന് വിചാരിച്ചിരുന്നത്. 1880 ഡോക്ടർ തോമസ് ഹെൻറിയാണ് മഹാരാജാവ് മധു സിംഗിനോട് പറഞ്ഞത് ഇത് നമുക്കൊരു മ്യൂസിയമാക്കി മാറ്റാമെന്ന്. ഇൻഡോ ഗോതിക് ശൈലിയിലാണ് ഈ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. രാജസ്ഥാനിൽ 1700കളിൽ നിർമ്മിച്ചിരുന്ന മറ്റ് ബിൽഡിങ്ങിനേക്കാൾ വളരെ വ്യത്യസ്ത രീതിയിലാണ് ഈ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ളതും മെയിനായിട്ട് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ നിന്നും കളക്ട് ചെയ്ത സാധനങ്ങളാണ് ഈ മ്യൂസിയത്തിൽ നമുക്ക് നിറയെ കാണാൻ സാധിക്കുന്നത്. അതെന്താ അതെന്തോ അത് അതെന്താ ഓക്കെ ഓക്കെ. വാട്ട്സ് യുവർ നെയിം? റിച്ചു. ഓക്കെ, റിച്ചു ആണ് നമ്മുടെ ഗൈഡ്. റിച്ചു ആണ് നമുക്ക് ഇതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഓക്കെ, വാട്ട്സ് ദിസ്? ഓക്കെ. ഓ, ഓക്കെ. നമ്മുടെ ഗൈഡാട്ടോ. കേട്ടുപിടിച്ചോ. അതേപോലെ ഈ മ്യൂസിയം ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ്. 1600 പേർഷ്യൻ കാർപ്പറ്റുകളും 500 വർഷത്തെ പഴക്കമുള്ള കാർപ്പറ്റുകളാണ് മുന്നേ നമ്മൾ കണ്ടത്. 19ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ച പാത്രങ്ങളും കോയിൻസും ജ്വൽസും അതേപോലെ പൂട്ടുകളും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
ഗ്രീക്ക് ദൈവങ്ങളുടെ ശില്പങ്ങളും അതേപോലെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന വാളുകളും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇന്ത്യൻ രാജാക്കന്മാരുടെ ആയുധങ്ങളും നമുക്കിവിടെ കാണാം. അന്നത്തെ കാലത്തെ രാജാക്കന്മാർ ഹുക്ക വലിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങൾ വരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അവിടുന്ന് പിന്നെ നമ്മൾ മുകളിലത്തെ നിലയിൽ വന്നു കഴിഞ്ഞാൽ മനോഹരമായ ജനാലകൾ നമുക്ക് കാണാൻ സാധിക്കും. രാജസ്ഥാനിലെ കൊട്ടാരങ്ങളിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ജനാലകളാണ്. വളരെ ഭംഗിയായിട്ടും കളർഫുള്ളായിട്ടും ആണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. കോയിൻസ് പഴയകാലത്ത് ഈ ഒരു മ്യൂസിയത്തെ പറ്റി പറഞ്ഞു തീർക്കാനാണെങ്കിൽ ഇന്നൊരു ദിവസം മൊത്തം വേണ്ടി വരും. അതേപോലെ ഒരു 3 മണിക്കൂറെങ്കിലും വേണ്ടി വന്നു നമ്മൾ ഈ മ്യൂസിയം മൊത്തം ചുറ്റി നടന്ന് കാണാനായിട്ട്. ഇതെല്ലാം 19-ാം നൂറ്റാണ്ടിൽ രാജാക്കന്മാരും രാജ്ഞിമാരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വളരെ വിലമതിക്കുന്ന ജ്വൽസാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയിൽ വേറെ ഒരു മ്യൂസിയത്തിലും കാണാൻ സാധിക്കാത്ത ഒന്ന് ഇവിടെ ഉണ്ടെന്ന്. അതാണ് ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത്, മമ്മി. ഈജിപ്തിലെ പ്രീസ്റ്റ് ഫാമിലിയിലെ ഒരു ഫീമെയിൽ മെമ്പർ ആയിരുന്നു ഈ മമ്മി. ഇതിൻ്റെ പേര് ടുട്ടു എന്നാണ്. 2011 ഈ മമ്മിയുടെ എക്സ്റേ തന്നെ എടുത്തു നോക്കിയിരുന്നു. ഈ മമ്മിയുടെ എല്ലുകൾക്കൊന്നും ഇപ്പോഴും ഒരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല.
അതിനുശേഷം അവിടുന്ന് നമ്മൾ ഗവൺമെൻറ് അംഗീകൃത ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലോട്ടാണ് പോയത്. പിങ്ക് സിറ്റി വഴിയായിരുന്നു നമ്മൾ അവിടേക്ക് പോയത്. പക്ഷേ ഇന്ന് അവിടെ ഇറങ്ങാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അത് നാളേക്ക് മാറ്റി. ये जो गेट आप देख रहे हो, इसके अंदर का जो पार्ट है वो ओल्ड सिटी का पार्ट है, इसे हम पिंक सिटी कहते हैं जयपुर के। इसके 7 गेट है, ऐसे कितने 7 गेट है, 9 किलोमीटर का सेफ्टी वॉल है इसमें। इस गेट का नाम है सांगानेरी गेट। यहाँ से 40 किलोमीटर डिस्टेंस पर एक विलेज है जिसे सांगानेर बोलते हैं, जहाँ का हैंड ब्लॉक प्रिंटिंग, क्लॉथ का जो प्रिंटिंग होता है वो फेमस है ऑल वर्ल्ड में, समझे। इसमें जो कलर इस्तेमाल होते हैं सब वेजिटेबल कलर्स होते हैं, फ्लावर्स कलर होते हैं, केमिकल कलर नहीं होते हैं। सब शॉप से एक जैसा मिलेगा आपको, सब कलर एक जैसा मिलेगा। ये कम से कम 300 ईयर्स ओल्ड सिटी है। सब 300 ईयर्स, 300 साल पुराना है। ये राजा जय सिंह ने बनाया था, किसका था, जो स्टेचू दिखाया था, हाँ, सवाई जय सिंह। ट्रैफिक जाम रहता है यहाँ पे। अभी तो कुछ नहीं है, अभी देखो शाम को ज़्यादा मिलेगा। हाँ, ये हवा महल आ गया ना, ये सामने मेट्रो स्टेशन है, यहाँ से मेट्रो मिलती है अंडरग्राउंड। ये लेफ्ट साइड में हवा महल होगा, ड्रॉप कर देंगे सिटी विलेज गेट के सामने, इसको विजिट, सिटी विलेज विजिट करके हवा महल आ जाना। सिंधी कैंप बस स्टैंड, बस स्टैंड वो अलाउंस में, मेट्रो अलाउंस, किसी भी चीज को 5 रुपए का चीज है तो उसको ऑलरेडी 50 रुपए बढ़ा के बताना है, नहीं समझे आप। इसके लिए क्या गवर्नमेंट ने भी एक सुविधा फैसिलिटी कर रखी है, RTDC खोल रखी है, राजस्थान टूरिज्म डेवलपमेंट कॉर्पोरेशन की तरफ से। तो वो लोग, वो भी हम विजिट कराते हैं, रास्ते में आएगा विजिट करा देंगे आप, ठीक है ना। जयपुर 3 पार्ट में, वो न्यू पार्ट है, ये ओल्ड पार्ट है, इससे ओल्ड पार्ट इधर है। आपने वो मूवी देखी है सलमान खान, जिसमें वो एक रामपुर जाते हैं पिकनिक मनाने और रामपुर की हवेली दिखाते हैं, ये भी पैलेस दिखाता हूँ। वो सब बोर्ड लगा हुआ है, बाहर पेंटिंग्स लगी हुई ना उसकी। ഞാൻ അവളെ നോർമലി ഒന്ന് വിളിക്കട്ടെ. नहीं, इस पे रेस्टोरेंट। देखो सबसे खास कि ये जो फर्म है ना, ये राजस्थान टूरिज्म डिपार्टमेंट का टैक्सर डिपार्टमेंट, और गवर्नमेंट के पास जो भी टैक्स है उसमें चलो ये वनस्पति रखते हैं जो खाने की सब्जी, फ्लावर, पेंटिंग वगैरह आती है। लेकिन इसको फास्ट करने के लिए ये पानी स्पेशल यहाँ से 22 किलोमीटर दूर जहाँ गवर्नमेंट का फैक्ट्री है वो सांगानेर के माइंस पर कुछ ऐसी जड़ी बूटियाँ हैं कि ये पानी बरसात को इनको टेस्ट होगा। तो कोई भी कपड़ा इनको टच करेगा उसको फास्ट करने के लिए इसमें एक बार वॉश करना है, जो मैं आपके सामने करवाऊँ। हरे कलर में पान है, पालक है, केले का पत्ता है, आंवले की पत्ती और इमली की पत्ती।
पीला जो कलर है इसमें सूरजमुखी का फूल है, नींबू का छिलका और इमली के बीज का पाउडर है। ऐसा बन रहा है क्या? हाँ, आप अगर हिंदुस्तान में कहीं भी रहते हैं तो आज मंडे के दिन राजस्थान गवर्नमेंट आज भी सुरभि दिखाता है, लेकिन सब टी पे दिखाते हैं। ऐसे 18 कलर की विधियाँ अपने घर पर लिखें, या तो फैक्ट्री जाएंगे तो जो यहाँ से 22 किलोमीटर। तो सर यहाँ तक ये ब्लॉक प्रिंट है, सूखने के बाद या सूखने के पहले इसमें वॉश करेंगे तो ये कलर फास्ट होंगे। अब अगर ये सूख जाएगा ना तो आम कपड़े की 4 साल की गारंटी है कि ठंडा पानी, गर्म पानी, हैंड मशीन, कैसा भी कुछ भी धोते हैं कलर कभी जाते नहीं। देखिए, अगर इसके बैकग्राउंड को कलर में डालना है तो कलर नहीं लगते भैया, ये हर्बल पाउडर है, जंगल की जड़ी बूटी है। अंदर में बहुत से कलर है, लेकिन अभी जो मौजूद है वो लाल कलर, जो कलर पे कोई अफेक्ट नहीं करेगा, लेकिन कपड़े के किनारे को चेंज करेगा। तो अंदर में सबसे पहला सेक्शन वो आप पे डिपेंड करता है, वहाँ पर जयपुर का 100 ग्राम वूल का रजाई जो साल के 12 महीने काम में आता है, इसलिए इसको प्रेसिडेंट मानता है। फिर बहन आप लोग के लिए साड़ी है जयपुर का बांधनी और महारानी, फिर सलवार सूट, फिर हैंडीक्राफ्ट। अभी इसमें क्या ब्लॉक प्रिंट में वैक्स लगा हुआ है। പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും സാധനങ്ങൾക്ക് ഇവിടെ നല്ല റേറ്റ് ആയതുകൊണ്ട് നമ്മളെല്ലാം ഒന്ന് ജസ്റ്റ് നോക്കി പോരുന്നേ ഉള്ളൂ, ഇവിടെ നിന്നൊന്നും വാങ്ങിയില്ല. नहीं पहनेंगे, साड़ी फट जाएगा तो उसको फेंकना मत, वापस कर देना। 2500 का साड़ी है, लेकिन 1250 रुपये। अरे सुन लो मेरी बहन, 2500 रुपये। നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടേ അവിടെ പോകുമ്പോൾ നല്ല കുറവായിരിക്കും മാർക്കറ്റിൽ. ദെൻ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയതിന് ശേഷം അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിലോട്ട് ഫുഡ് കഴിക്കാൻ വന്നു. പിന്നെ ഇവിടെയുള്ള മിക്ക റെസ്റ്റോറൻറ്റുകളിലും കാണാൻ സാധിക്കുന്ന ഒന്നാണിത്. നമ്മൾ ഉച്ചയ്ക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പുലാവ്, പനീർ കറി, പിന്നെ ചപ്പാത്തി, നാൻ. ഇതാണോ വേണ്ടേ? രണ്ട് കുറച്ച് പുലാവ് കഴിക്കട്ടെ. പിന്നെ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോയി. അതെങ്ങോട്ടാണെന്ന് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. സോ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടിൽ ദെൻ ബൈ.